അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കുലു മിൻ തയ്യിബാതി മാ റസഖനാകും, നാം നിങ്ങൾക്ക് റിസ്കായി കനിഞ്ഞതിൽ നിന്ന് തയ്യിബാത്ത് നിങ്ങൾ ഭക്ഷിക്കുക. വലാ തത്ഗൗ ഫീഹി, നിങ്ങൾ അതിൽ തുഗിയാൻ നടത്തരുത്, അതിക്രമം നടത്തരുത്. തുഗിയാൻ പാടുള്ളതല്ല. തുഗിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പല രീതികളാണ്. ഫയഹില്ലു അലൈക്കും ഗദബി. എന്താ ഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായാൽ, അത് കാരണത്താൽ, അങ്ങനെ നിങ്ങൾ തുഗിയാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് കാരണത്താൽ യഹില്ല അലൈക്കും ഗദബി. എന്താ യഹില്ല? ഹല്ല എന്ന ക്രിയയിൽ നിന്നാണ് അത് വരുന്നത്. ഹല്ല ഹല്ല യഹുല്ലു എന്നും പറയും, ഹല്ല യഹില്ലു എന്നും പറയും. ഇവിടെ ഏതാ? ഇവിടെ യഹില്ലു ആണ്. അലി അൽ കിസായി റഹ്മത്തുള്ളാഹിയുടെ ഖിറാഅത്ത് യഹുല്ലു എന്നാണ്. യഹുല്ലു, ഹല്ല യഹുല്ലു. യഹുല്ലു എന്നും ഖിറാഅത്തുണ്ട്, യഹില്ലു എന്നും ഖിറാഅത്തുണ്ട്. ഈ ഹല്ല യഹില്ലു ഹലാലൻ, പിന്നെ ഹല്ല യഹുല്ലു ഹുലൂലൻ, മസ്തർ ഹുലൂലൻ. ഇവിടെ ഹല്ല യഹില്ലു ഹലാലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വജബ എന്നർത്ഥം, അനിവാര്യമാക്കും. വജബ. ഹല്ല യഹുല്ലു ഹുലൂലൻ എന്ന് പറഞ്ഞാൽ നസല എന്നർത്ഥം. നസല, ഇറങ്ങും, ഇറങ്ങി. അപ്പോൾ ഇവിടെ അങ്ങനെ നിങ്ങൾ നാം തരുന്ന അന്നത്തിൽ തുഗിയാൻ കാണിച്ചാൽ, തുഗിയാൻ അതിക്രമം കാണിച്ചാൽ ഫയഹില്ല. എന്താ ഫയഹില്ല എന്ന് പറഞ്ഞാൽ? യഹില്ല എന്നാകുമ്പോൾ ഹലാലൻ, വജബ അനിവാര്യമാകും. ഫയഹില്ല അലൈക്കും, നിങ്ങളുടെ മേൽ അനിവാര്യമാകും. എന്തനിവാര്യമാകും? ഗദബി. ഗദബി എൻ്റെ ദേഷ്യം, എൻ്റെ ഗദബ്, അള്ളാൻ്റെ ഗദബ്, എൻ്റെ ദേഷ്യം നിങ്ങളുടെ മേൽ ഭവിക്കും, അനിവാര്യമാവും. ഇനി യഹുല്ലു, അലി അൽ കിസായിയുടെ ഖിറാഅത്ത് പ്രകാരം യഹുല്ലു അലൈക്കും എന്നാണെന്താ? നിങ്ങളുടെ മേൽ. യഹുല്ലു എന്നാണെന്താ? നസല എന്നാണ് ഇറങ്ങി. അപ്പൊ യഹുല്ലു എന്നാണ് എൻസിലു, ഇറങ്ങും, മാനത്തുനിന്ന് നിങ്ങളുടെ മേൽ ഇറങ്ങും. എന്തിറങ്ങും? ഗദബി, എൻ്റെ ഗദബ്. ഗദബ് പറഞ്ഞ ശിക്ഷ, ദേഷ്യം, എൻ്റെ ദേഷ്യം ഇറങ്ങും. അപ്പോൾ രണ്ട് ഖിറാഅത്തും ഉണ്ട്. യഹില്ലു അലൈക്കും, നിങ്ങൾ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ, റിസ്കിൻ്റെ വിഷയത്തിൽ നിങ്ങളിൽ നിന്ന് തുഗിയാനുണ്ടായാൽ, അതിക്രമമുണ്ടായാൽ, അന്യായമുണ്ടായാൽ, അല്ലെങ്കിൽ പറഞ്ഞ ഇത് അനുഗ്രഹത്തിന് നന്ദികേടുണ്ടായാൽ, അനുഗ്രഹത്തെ പിന്നെ കുറ്റത്തിൻ്റെ പാപത്തിൻ്റെ മാർഗേണ വിനിയോഗിച്ചാൽ, അല്ലെങ്കിൽ അത് ചെലവഴിക്കുന്നതിൽ ദുർവ്യയം, അല്ലെങ്കിൽ ധൂർത്ത്, അല്ലെങ്കിൽ പിശുക്ക്, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ യഹില്ല അലൈക്കും, നിങ്ങൾക്ക് മേൽ അനിവാര്യമാകും ഗദബി, എൻ്റെ കോപം, അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ ഇറങ്ങും ഗദബി, എൻ്റെ ദേഷ്യം. ഇതാണ് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്.